അഡ്വൈസ് ഓർ സജഷൻസ്, അതാണ് ഷുഡിന്റെ ഒന്നാമത്തെ പ്രയോഗം വരുന്നത്. ഷുഡ് ഓഫൻ എക്സ്പ്രസസ് വാട്ട് ഈസ് കൺസിഡേർഡ് ദാറ്റ് റൈറ്റ് തിങ് ടു ഡു. നമ്മൾ ചെയ്യേണ്ട ശരിയായ കാര്യം ഇന്നതാണ് എന്ന ഒരാൾക്ക് ഉപദേശം കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു നിർദ്ദേശം വെക്കാനോ ആണ് ഷുഡ് ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണം നോക്കാം. യു ഷുഡ് എക്സസൈസ് റെഗുലർലി. നിങ്ങൾ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യണം. അപ്പോൾ ഷുഡ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യണം. സബ്ജക്റ്റിന് ശേഷം വെർബിന് നടുക്കുമായിട്ടാണ് ഷുഡ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. വെർബിന്റെ തൊട്ട് മുമ്പ് ഷുഡ് ഉപയോഗിക്കുമ്പോൾ ആ പ്രവൃത്തി ചെയ്യണം എന്നർത്ഥം വരുന്നു. ഉദാഹരണത്തിന് യു ഷുഡ് എക്സസൈസ് റെഗുലർലി, യു ഷുഡ് ഗോ നിങ്ങൾ പോകണം, യു ഷുഡ് കം നിങ്ങൾ വരണം, യു ഷുഡ് സ്റ്റഡി നിങ്ങൾ പഠിക്കണം. ഇനി ഇതുപോലെയുള്ള ഒരു 25 ഉദാഹരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, ഒന്നാമത്തെ ഉദാഹരണം, യു ഷുഡ് ഡ്രിങ്ക് മോർ വാട്ടർ ടു സ്റ്റേ ഹൈഡ്രേറ്റഡ്. ജലാംശം നിലനിർത്താൻ നിങ്ങൾ കൂടുതൽ വെള്ളം കുടിക്കണം. ഓക്കെ, യു ഷുഡ് ഡ്രിങ്ക് നിങ്ങൾ കുടിക്കണം, മോർ വാട്ടർ കൂടുതൽ വെള്ളം. അപ്പോൾ ഡ്രിങ്ക് എന്ന പദത്തിന് മുമ്പ് ഷുഡ് വരുമ്പോൾ ആ പ്രവൃത്തി ചെയ്യണം എന്നാണ് അർത്ഥം വരുന്നത്. യു ഷുഡ് ഡ്രിങ്ക് വാട്ടർ. അടുത്ത സെന്റൻസ് നോക്കൂ. ഹി ഷുഡ് കോൾ ഹിസ് പാരന്റ്സ് മോർ ഓഫൻ. ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ കൂടുതൽ പ്രാവശ്യം അവന്റെ പാരന്റ്സിനെ വിളിക്കണം. ഷുഡ് കോൾ വിളിക്കണം എന്നർത്ഥം വരുന്നു. അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. ഷീ ഷുഡ് വെയർ എ ജാക്കറ്റ്, ഇറ്റ്സ് കോൾഡ് ഔട്ട്സൈഡ്. പുറത്ത് തണുപ്പാണ്, അതുകൊണ്ട് അവൾ ജാക്കറ്റ് ധരിക്കണം. ഷുഡ് വെയർ എന്ന് പറഞ്ഞാൽ ധരിക്കണം എന്നർത്ഥം വരുന്നു. ഈ ഷുഡിന് ശേഷം വെയർ എന്ന് മാത്രമാണ് ഉപയോഗിക്കുക. അതിന്റെ മറ്റ് വെയറിങ് എന്നോ അല്ലെങ്കിൽ വെയർസ് വോൺ എന്നോ എന്നുള്ള മറ്റ് വെർബിന്റെ രൂപങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഷുഡ് കഴിഞ്ഞാൽ വെർബിന്റെ ഇൻഫിനിറ്റീവ് അഥവാ ബേസ് ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടൂ. അടുത്ത സെന്റൻസ് നോക്കൂ. ദേ ഷുഡ് ട്രൈ ടു റിസോൾവ് ദെയർ കൺഫ്ലിക്റ്റ് പീസ്ഫുള്ളി. അവരുടെ പ്രശ്നം അവർ സമാധാനപരമായി പരിഹരിക്കാൻ ശ്രമിക്കണം. ദേ ഷുഡ് ട്രൈ, അവർ ശ്രമിക്കണം. അപ്പോൾ ഷുഡ് ട്രൈ എന്ന് പറഞ്ഞാൽ ശ്രമിക്കണം എന്നർത്ഥം. അടുത്ത സെന്റൻസ്, യു ഷുഡ് റീഡ് ദിസ് ബുക്ക്. നീ ഈ പുസ്തകം വായിക്കണം. ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വി ഷുഡ് ലീവ് ഏർലി ടു അവോയ്ഡ് ട്രാഫിക്. ട്രാഫിക് ഒഴിവാക്കാൻ നമ്മൾ നേരത്തെ പുറപ്പെടണം. അപ്പോൾ വി ഷുഡ് ലീവ് ഏർലി, നമ്മൾ നേരത്തെ പുറപ്പെടണം. യു ഷുഡ് അപ്പോളജൈസ് ഇഫ് യു മെയ്ഡ് എ മിസ്റ്റേക്ക്. നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് ചോദിക്കണം. യു ഷുഡ് അപ്പോളജൈസ്, നിങ്ങൾ മാപ്പ് ചോദിക്കണം. ഹി ഷുഡ് ഈറ്റ് മോർ വെജിറ്റബിൾസ് ഫോർ ബെറ്റർ ഹെൽത്ത്. നല്ല ആരോഗ്യത്തിന് അവൻ കൂടുതൽ വെജിറ്റബിൾ കഴിക്കണം. ഹി ഷുഡ് ഈറ്റ് മോർ വെജിറ്റബിൾസ്, കൂടുതൽ വെജിറ്റബിൾ കഴിക്കണം. ഈറ്റിന് മുമ്പ് ഷുഡ് വന്നതുകൊണ്ട് ചെയ്യണം എന്നർത്ഥം വരുന്നു. അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. ഷീ ഷുഡ് ടേക്ക് എ ബ്രേക്ക്. അവൾ ഒരു ഇടവേള എടുക്കണം. ഷി ഹാസ് ബീൻ വർക്കിംഗ് ഓൾ ഡേ. ദിവസം മുഴുവൻ അവൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അവൾ ഒരു ഇടവേള എടുക്കണം. ഷുഡ് ടേക്ക് എ ബ്രേക്ക്, ഒരു ബ്രേക്ക് എടുക്കണം എന്നാണ് അർത്ഥം വരുന്നത്. യു ഷുഡ് ഡബിൾ ചെക്ക് യുവർ വർക്ക് ബിഫോർ സബ്മിറ്റിംഗ് ഇറ്റ്. നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ വർക്ക് നിങ്ങൾ 2 പ്രാവശ്യം ചെക്ക് ചെയ്യണം. യു ഷുഡ് ഡബിൾ ചെക്ക്, നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്യണം എന്നാണ് അർത്ഥം വരുന്നത്. ദേ ഷുഡ് ഇൻവൈറ്റ് ഹെർ ടു ദ പാർട്ടി, ഷി മൈറ്റ് ഫീൽ ലെഫ്റ്റ് ഔട്ട്. അവർ അവളെ പാർട്ടിക്ക് ക്ഷണിക്കണം, അല്ലെങ്കിൽ അവള് ഒഴിവാക്കി എന്നൊരു തോന്നലുണ്ടായേക്കാം എന്നാണ്. അപ്പൊ ഇവിടെ ദേ ഷുഡ് ഇൻവൈറ്റ്, അവർ ക്ഷണിക്കണം എന്നർത്ഥം വരുന്നു. ഇൻവൈറ്റ് എന്നുള്ള പദത്തിന് മുമ്പ് ഷുഡ് യൂസ് ചെയ്തപ്പോൾ നമ്മൾ എന്താണ് അർത്ഥം വന്നത്? ചെയ്യണം, ഇൻവൈറ്റ് ചെയ്യണം, ക്ഷണിക്കണം എന്നർത്ഥം വരുന്നു. അടുത്ത സെന്റൻസ് നോക്കൂ. യു ഷുഡ് കൺസിഡർ സേവിങ് മോർ മണി ഫോർ എമർജൻസീസ്. എമർജൻസി ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പണം സേവ് ചെയ്യുന്നത് പരിഗണിക്കണം, നിങ്ങൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ യു ഷുഡ് കൺസിഡർ, നിങ്ങൾ പരിഗണിക്കണം. അടുത്ത സെന്റൻസ് നോക്കൂ. ഹി ഷുഡ് ഗെറ്റ് ഇനഫ് സ്ലീപ് ടു പെർഫോം വെൽ അറ്റ് വർക്ക്. ജോലിക്ക് നന്നായി പെർഫോം ചെയ്യാൻ അവന് നല്ല ഉറക്കം കിട്ടണം. അപ്പോൾ ഹി ഷുഡ് ഗെറ്റ് ഇനഫ് സ്ലീപ്പ്, വേണ്ടത്ര ഉറക്കം ലഭിക്കണം എന്നാണ് അർത്ഥം വരുന്നത്. ഷി ഷുഡ് ലേൺ ഹൗ ടു കുക്ക്. എങ്ങനെയാണ് പാചകം ചെയ്യുക എന്നുള്ളത് അവൾ പഠിക്കണം. ഇറ്റ്സ് എ യൂസ്ഫുൾ സ്കിൽ, അത് വളരെ ഉപയോഗപ്രദമായ ഒരു സ്കില്ലാണ്. യു ഷുഡ് ലിസൺ ടു ഹിസ് അഡ്വൈസ്, ഹി ഹാസ് എക്സ്പീരിയൻസ് ഇൻ ദിസ് ഫീൽഡ്. യു ഷുഡ് ലിസൺ ടു ഹിസ് അഡ്വൈസ്, അദ്ദേഹത്തിന്റെ ഉപദേശം നിങ്ങൾ കേൾക്കണം. ഹി ഹാസ് എക്സ്പീരിയൻസ് ഇൻ ദിസ് ഫീൽഡ്, ഈ ഫീൽഡിൽ അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്നതുകൊണ്ട്. ഓക്കെ, അടുത്ത സെന്റൻസ് നോക്കൂ. വി ഷുഡ് സപ്പോർട്ട് ലോക്കൽ ബിസിനസ് whenever possible. സാധ്യമായ സമയത്തൊക്കെ നമ്മൾ ലോക്കൽ ബിസിനസ്സുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വി ഷുഡ് സപ്പോർട്ട്, നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നാണ് അർത്ഥം വരുന്നത്. അടുത്ത് നോക്കാം. യു ഷുഡ് അവോയ്ഡ് ഈറ്റിംഗ് ജങ്ക് ഫുഡ് ലേറ്റ് അറ്റ് നൈറ്റ്. രാത്രിയിൽ ജങ്ക് ഫുഡ് കഴിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം. യു ഷുഡ് അവോയ്ഡ്, നിങ്ങൾ ഒഴിവാക്കണം എന്നർത്ഥം വരുന്നു. ഹി ഷുഡ് പ്രാക്ടീസ് ഹിസ് സ്പീച്ച് ബിഫോർ ദ ബിഗ് പ്രസന്റേഷൻ. ബിഗ് പ്രസന്റേഷന് മുമ്പ് അദ്ദേഹത്തിന്റെ സ്പീച്ച് പ്രാക്ടീസ് ചെയ്യണം. ഹി ഷുഡ് പ്രാക്ടീസ്, അദ്ദേഹം പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ ഷുഡ് വരുമ്പോൾ ചെയ്യണം എന്നർത്ഥം വരുന്നു. ഷീ ഷുഡ് സൈൻ അപ്പ് ഫോർ എ കോഴ്സ്, ഇറ്റ് വിൽ ഹെൽപ്പ് ഹെർ കരിയർ. അവൾ ഒരു കോഴ്സിന് സൈൻ അപ്പ് ചെയ്യണം, അത് അവളുടെ കരിയറിനെ സഹായിക്കും എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ ഷീ ഷുഡ് സൈൻ അപ്പ്, അവൾ സൈൻ അപ്പ് ചെയ്യണം എന്നർത്ഥം വരുന്നു.
യു ഷുഡ് വെയർ സൺസ്ക്രീൻ ടു പ്രൊട്ടക്ട് യുവർ സ്കിൻ. നിങ്ങളുടെ സ്കിൻ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം? സൺസ്ക്രീൻസ് നിങ്ങൾ ഉപയോഗിക്കണം. ഇവിടെ വെയർ എന്ന് പറഞ്ഞാൽ ധരിക്കണം എന്നാണ് അർത്ഥം. അതായത് ഉപയോഗിക്കുക അല്ലെങ്കിൽ ധരിക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ദേ ഷുഡ് ബി മോർ കെയർഫുൾ വിത്ത് ദെയർ സ്പെൻഡിങ്. അവർ ചെലവാക്കുന്നതിൽ വളരെ കെയർഫുൾ ആയിരിക്കണം, ഒരു ഉപദേശമാണ്. ഓക്കെ, അപ്പോൾ ദേ ഷുഡ് ബി മോർ കെയർഫുൾ, അവർ കൂടുതൽ കെയർഫുൾ ആയിരിക്കണം എന്നർത്ഥം വരുന്നു. അടുത്ത സെന്റൻസ് നോക്കൂ. യു ഷുഡ് ടോക്ക് ടു എ ഡോക്ടർ അബൌട്ട് യുവർ സിംറ്റംസ്. നിങ്ങളെ ഈ സിംറ്റംസ്, ഈ ലക്ഷണങ്ങളെ കുറിച്ച് നിങ്ങൾ ഡോക്ടറോട് സംസാരിക്കണം. ഓക്കെ, യു ഷുഡ് ടോക്ക് ടു എ ഡോക്ടർ, ഒരു ഡോക്ടറോട് സംസാരിക്കണം. നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമാണത്. അടുത്ത സെന്റൻസ് നോക്കൂ. ഹി ഷുഡ് സ്റ്റാർട്ട് എക്സസൈസിങ് ടു ഇംപ്രൂവ് ഹിസ് ഫിറ്റ്നസ്. അദ്ദേഹം എക്സസൈസ് തുടങ്ങണം. ടു ഇംപ്രൂവ് ഹിസ് ഫിറ്റ്നസ്, അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യാൻ. അപ്പോൾ ഹി ഷുഡ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ തുടങ്ങണം എന്നർത്ഥം വരുന്നു. ഷി ഷുഡ് പ്ലാൻ ഹെർ ട്രിപ്പ് അഹെഡ് ഓഫ് ടൈം ടു അവോയ്ഡ് ലാസ്റ്റ് മിനിറ്റ് സ്ട്രെസ്. ഈ അവസാനത്തെ മിനിറ്റിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടി അവൾ പ്ലാൻ ചെയ്യണം അവളുടെ ട്രിപ്പ് അഹെഡ് ഓഫ് ടൈം. അഡ്വാൻസ് ആയിട്ട് അവൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ഷീ ഷുഡ് പ്ലാൻ, അവൾ പ്ലാൻ ചെയ്യണം എന്നർത്ഥം വരുന്നു. ആൻഡ് യു ഷുഡ് ഓൾവേസ് ബാക്കപ്പ് യുവർ ഇമ്പോർട്ടൻറ്റ് ഫയൽസ്. നിങ്ങളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ബാക്കപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നർത്ഥം. അപ്പോൾ ഷുഡ് എന്നുള്ള പദത്തിന്റെ അർത്ഥം ചെയ്യണം എന്നാണ് അർത്ഥം വരുന്നത്. നമ്മൾ ഒരു ലൈഫിൽ ഒരു ദിവസത്തിൽ 20 മുതൽ 60% വരെ നമ്മൾ ഉപദേശം സംസാരിക്കുമ്പോൾ ഉപദേശം കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഉപദേശം സ്വീകരിക്കുകയാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ഷുഡ് പോലെയുള്ള വാക്കുകൾ, ഷുഡ്, മസ്റ്റ്, നിഡിൻറ്റ്, യു ക്യാൻ പോലെയുള്ള ഉപദേശത്തിന് സഹായിക്കുന്ന വാക്കുകൾ നമുക്ക് പഠിക്കുകയാണെങ്കിൽ ഒരു ദിവസത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുറേ പറയാൻ പറ്റും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പാരൻസിനോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഉപദേശങ്ങൾ മനസ്സിൽ കാണുക, എന്നിട്ട് അത് ഇംഗ്ലീഷിൽ പറഞ്ഞ് പരിശീലിക്കുക എന്നുള്ളത്. ഈ 25 പദങ്ങളും ഓരോ സെന്റൻസുകളും ഒരു 10 പ്രാവശ്യം വളരെ ഫ്ലുവൻ്റ് ആയി പ്രാക്ടീസ് ചെയ്യുക. ഉദാഹരണത്തിന്, യു ഷുഡ് അവോയ്ഡ് ഈറ്റിംഗ് ജങ്ക് ഫുഡ് ലേറ്റ് അറ്റ് നൈറ്റ്. യു ഷുഡ് അവോയ്ഡ് ഈറ്റിംഗ് ജങ്ക് ഫുഡ് ലേറ്റ് അറ്റ് നൈറ്റ്. യു ഷുഡ് അവോയ്ഡ് ഈറ്റിംഗ് ജങ്ക് ഫുഡ് ലേറ്റ് അറ്റ് നൈറ്റ് എന്നിങ്ങനെ 10 പ്രാവശ്യം വീതം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അത് നാവിനുള്ള ഒരു പ്രാക്ടീസാണ്. അത്തരം പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നാവുമായി ബന്ധപ്പെട്ടുള്ള നമ്മളെ ആ ഫ്ലുവൻസി നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ യൂസേജ് വരുന്നത്. ഇനി രണ്ടാമത്തെ യൂസേജ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം.